ശ്രീരാമൻ ഇപ്പം മോദി പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? അങ്ങനെ എങ്ങനെ അവിടെ പോയി നമ്മൾ മനസ്സിലാക്കണം. പുള്ളി അവിടെ പോയി ഒന്നാം പ്രതിഷ്ഠ നടത്തുന്നതാണെങ്കിൽ മാറിയത് എങ്ങനെ? 11 ദിവസം വ്രതം എടുക്കുകയാണ്. അല്ലാതെ ചുമ്മാ തുണിയും പറിച്ചിട്ട് കിടന്നൊക്കെയല്ല ചെയ്ത്, പള്ളി ഷാപ്പിലും കയറിച്ച് പോയിട്ടൊന്നുമല്ല ചെയ്തത്. 11 ദിവസം ഉപവാസം അനുഷ്ഠിച്ച് നിലത്താണ് കിടക്കുന്ന പുള്ളി, മനസ്സിലായില്ലേ? തറയിൽ കിടക്കുക, കിടന്ന് ഉപവാസമെടുത്ത് അതിൻ്റെ നിയമപരമായ നടപടികൾ മുഴുവൻ പുള്ളി. അത് മോദിയുടെ പ്രത്യേകത അതല്ലേ, അങ്ങേരെ സത്യത്തിൽ ഒരു പൂജാരിയേക്കാൾ യോഗ്യതയുള്ളവൻ ആ സ്ഥാനത്തിന്. അങ്ങനെ സ്ഥാനം ഏറ്റെടുത്താണ് പുള്ളി ആ അയോധ്യയിലെ പ്രതിഷ്ഠ നടത്തുന്നത്. ആ 11 ദിവസത്തെ വ്രതവും അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുമെല്ലാം അടുത്ത 5 വർഷം കൂടി ഭരിക്കുവാനുള്ള ഒരു അവസരമായി മാറിയിരിക്കുക. അങ്ങനെ മാറി തന്നെ കുഴപ്പം, അങ്ങനെ മാറിക്കോട്ടെ. അത് ഞാൻ ചെയ്യട്ടെ. ഇപ്പം അയോധ്യ എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം തുടങ്ങിയില്ലായിരുന്നെങ്കിൽ മോദി ജയിക്കില്ലായിരുന്നു. വല്ല അർത്ഥമുണ്ടോ പറയുന്നത്? ആലോചിച്ച്. ഒരു സംശയം വേണ്ട, അയോധ്യ ഇപ്പോൾ ഉണ്ടായില്ലെങ്കിലും മോദിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ് തന്നെ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനും വരും. ആർക്കറിയില്ലാത്തത്. പക്ഷേ ഈ രാമക്ഷേത്രത്തിൻ്റെ വരവോടുകൂടി പുള്ളിയുടെ ആ ശക്തി ഇരട്ടിയായി. ചില സൈബർ എതിരാളികളില്ലെന്നായിപ്പോയി. ഉദാഹരണം നമ്മുടെ രാഹുൽ ഗാന്ധി അങ്ങനെ ജീവിച്ചിരിക്കുന്ന പോലും മനുഷ്യൻ അറിയില്ല. ഭാരത് ജോഡോ യാത്ര നടക്കുന്നുണ്ട് എന്ന് പറയുന്ന അങ്ങേര് എവിടെ നടക്കുന്നത്? മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിച്ച് 200 പേര് സ്വീകരിക്കാൻ കുടുംബം ആസാമിൽ കണ്ടില്ലേ? ഒരു ടൗണിൽ 200 പേര് പുള്ളി ഭാരത് ജോഡോ ഭാരത് ജോഡോ ഭാരത് ജോഡോ ന്യായ് യാത്ര. ആ ന്യായ് വരുമ്പോഴത്തേക്കിന് 200 പേര് സ്വീകരിക്കാൻ 1000 പേരെ എതിർക്കാൻ കൂടുക. പഴയ പി സി ജോർജ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. ഇപ്പം എൻഡിഎക്കൊപ്പം നിൽക്കുന്ന അല്ല, തെറ്റാതെ. ഞാൻ എപ്പോഴും സത്യം പറയുന്നതാണ്. എനിക്ക് ഒരു മടിയിലുള്ളത് പറയാം. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ BJPയോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് അത് തെറ്റാണത്. ഞാൻ അങ്ങനെ പറയാൻ കരുതണ്ട. ഞാനിപ്പോൾ പറയുന്നത് നിഷ്പക്ഷയുടെ അഭിപ്രായമാണ്. ആ രാഹുൽ ഗാന്ധിയുടെ ഗതി എന്നാ ഒന്ന് ആലോചിച്ച് നിഷ്പക്ഷമായിട്ട് പറഞ്ഞു. ഞാൻ പറയുന്നത് കുറ്റമാണ്. അദ്ദേഹത്തിന് ഒരു ഓൾ ഇന്ത്യ പാർട്ടിയെ നയിക്കാനുള്ള കഴിവില്ലാത്തവനെ പോയി എന്നുള്ള ആർക്കാരത്തില്ലാത്തത്. ഞാനിപ്പോഴല്ല എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മാറിയിട്ട് എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിയോട് വിരോധമൊന്നുമില്ല. എനിക്കെന്നാ വിരോധം? ഞാനിവിടെ ഒരു ബന്ധമില്ല. രാഹുൽ ഗാന്ധിയെ മാറ്റിയിട്ട് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ പറ്റി വേറെ ഏത് നേതാവ് ഇന്ന് കോൺഗ്രസിലുണ്ട്? സോണിയാഗാന്ധിയുടെ മകളെ പിടിച്ചാക്കണം, പ്രിയങ്ക ഗാന്ധി. ഇതിനേക്കാൾ കൂടുതൽ ജനപിന്തുണ വന്നത്. പക്ഷേ അത് എന്താണെന്നറിയില്ല. ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് വധേരയില്ലേ, റോബർട്ട് വധേര, അങ്ങേര് അതിന് അനുകൂലമല്ല. അതാണ് പ്രശ്നം. പഴയ കേസുകളൊക്കെ പൊങ്ങി വരുമെന്ന് അതായത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ വിശദാംശം കിടക്കുന്നില്ല. അതാണ് പ്രശ്നം. പക്ഷേ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഓൾ ഇന്ത്യ ലെവലിൽ നിന്നൊരു പാർട്ടിയായിട്ട് നിലനിൽക്കാൻ കഴിയാത്ത നിലയായി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ എവിടെ ഉണ്ട് കോൺഗ്രസ് ഓൾ ഇന്ത്യ ലെവലിൽ? അത് ഞാൻ ചോദിക്കട്ടെ, ഈ BJPക്ക് എപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നത് കോൺഗ്രസ് മാത്രമല്ലേ? മറ്റൊരു പാർട്ടിക്കും അങ്ങനെ പറയാം. എവിടെ നിന്ന് കോൺഗ്രസ് ഒരു വെല്ലുവിളി ഉയർത്തുന്ന വല്ല കാര്യമുണ്ടോ? PCRെതിരായിട്ട് ഇപ്പം ഇവിടെ ഒരു വ്യക്തി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിപ്പം ഒരു വ്യക്തിയല്ലല്ലോ, ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ BJP എവിടെ നിൽക്കുന്നു, കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, കമ്മ്യൂണിസ്റ്റ് എവിടെ നിൽക്കുന്നു?